എപ്പിസോഡ് തുടങ്ങുന്നത് ലൂക്കസും കാരിയും ഡയമണ്ടുകൾ മോഷ്ടിച്ച് രക്ഷപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ്. അവരെ രണ്ടുപേരെയും പിടികൂടാനായി പുറകെ പോലീസുകാരുമുണ്ട്. വേറൊരു വഴിയില്ലാതെ ലൂക്കസ് കാരിയുടെ അടുത്ത് ഡയമണ്ടുകളുമായി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് പോലീസുകാർക്ക് പിടികൊടുക്കുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ലൂക്കസിനെയാണ് കാണിക്കുന്നത്. തൻ്റെ പഴയ കാലം സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ് ലൂക്കസ്. ഇങ്ങനെയാണ് നമ്മുടെ നായകൻ ജയിലിനുള്ളിലാവുന്നത്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പ്രോക്ടറുടെ ഒരു ഫാക്ടറിയാണ് കാണിക്കുന്നത്. ഈ ഫാക്ടറിയിലാണ് പ്രോക്ടറുടെ കീഴിൽ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. അവിടെ വെച്ച് പ്രോക്ടറുടെ മയക്കുമരുന്ന് ബിസിനസ്സിലെ മാനേജറായ ഹാൻസണിനെ കാണിക്കുന്നു. വെള്ളിയാഴ്ച പോകേണ്ട സ്റ്റോക്കുകളൊക്കെ റെഡി ആയോ ഹാൻസൺ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പ്രോക്ടർ എന്ന് ഹാൻസൺ പ്രോക്ടറിനോട് പറയുന്നു. എന്നാ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രോക്ടർ അവിടെ നിന്നും പോകുന്നു. പ്രോക്ടർ അവിടെ നിന്ന് പോയത് കണ്ട ഹാൻസൺ ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് അടക്കത്തിൽ പറയുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാരിയാണ് കാണിക്കുന്നത്. കാരി ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ്. കാരി തൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു വീട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ദേവയുടെ സ്കൂളിലെ ടീച്ചർ കാരിയെ വിളിക്കുന്നത്. ഹലോ, കാരി അല്ലേ? ദേവ ഇന്ന് സ്കൂളിലോട്ട് വന്നിട്ടില്ലല്ലോ, എന്താ കാര്യം എന്ന് ടീച്ചർ കാരി അടുത്ത് ചോദിക്കുന്നു. ദേവ സ്കൂളിൽ പോകാതെ എവിടെ പോയെന്ന് ഒരു നിമിഷം കാരി ആലോചിക്കുന്നു. എന്നിട്ട് ടീച്ചറിനോട്, ടീച്ചർ ദേവയ്ക്കിന്ന് വയ്യായിരുന്നു, അതുകൊണ്ടാണ് അവളിന്ന് സ്കൂളിൽ വരാതിരുന്നത് എന്ന് കാരി ടീച്ചറിനോട് കള്ളം പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ദേവയെ വിളിക്കുന്നു. ആ സീൻ കട്ട് ചെയ്തിട്ട് ദേവയാണ് കാണിക്കുന്നത്. ദേവ അവളുടെ ഫ്രണ്ട്സുമായി എങ്ങോട്ടോ പോവുകയാണ്. അവസാനം ദേവയുടെ ബോയ് ഫ്രണ്ട് അവരെ ഹാൻസന്റെ ചെറുകിട മയക്കുമരുന്ന് ഡീലിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എത്തുന്ന അവർ ആ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ എത്തിയതും ദേവ ഹാൻസൺ ഒരാളെ തല്ലുന്നത് ഒളിഞ്ഞു നിന്ന് കാണുന്നു. ഇത് കാണുന്ന ഹാൻസൺ ദേവയെ അടുത്തേക്ക് വിളിക്കുന്നു. അപ്പോഴാണ് ഹാൻസനെ കാണാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ വരുന്നത്. ഇന്ന് നമ്മൾ പാർട്ടിയിൽ കൊടുക്കാൻ വച്ചേക്കുന്ന ഡ്രഗ്സിൽ കഫീന്റെ അളവ് കൂടുതലാണ് ഹാൻസൺ, ഇത് ഉപയോഗിക്കുന്നത് അപകടമാണ് എന്ന് അയാൾ ഹാൻസനോട് പറയുമ്പോൾ, നീ മരുന്നുണ്ടാക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി, അത് എങ്ങനെ വിൽക്കണമെന്ന് എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ഹാൻസൺ പറഞ്ഞിട്ട് അയാളോട് പോകാൻ പറയുന്നു. അപ്പോഴാണ് ദേവയുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരുടെ കയ്യിൽ ഹാൻസൺ പണം കൊടുത്തിട്ട്, ഇന്ന് രാത്രിയിലത്തെ പാർട്ടിക്ക് നിങ്ങൾ വേണം സാധനങ്ങൾ വിൽക്കാൻ, അതിനുള്ള അഡ്വാൻസ് ആണിത്, അപ്പോൾ എല്ലാം സെറ്റല്ലേ എന്ന് ഹാൻസൺ അവരോടെല്ലാം പറഞ്ഞിട്ട് അവരെ എല്ലാം പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ലൂക്കസിനെയാണ് കാണിക്കുന്നത്. സ്റ്റേഷനിലെത്തുന്ന ലൂക്കസിനോട്, നിങ്ങൾ ലേറ്റാണ് ഷെറീഫ്, ഈ സ്റ്റേഷനിൽ എല്ലാവരും കൃത്യസമയത്തിന് വരണം, അങ്ങനെയാണ് മേയർ പറഞ്ഞേക്കുന്നത് എന്ന് ബ്രോക്ക് ലൂക്കസിനോട് പറയുമ്പോൾ, താൻ രാവിലെ തന്നെ വെറുപ്പിക്കാതെ ഒന്ന് പോയേ എന്ന് ലൂക്കസ് ബ്രോക്കിനോട് തിരിച്ചു പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് പ്രോക്ടർ കടന്നു വരുന്നത്. ഷെറീഫ്, നമുക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമല്ലോ എന്ന് പ്രോക്ടർ ലൂക്കസിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഷെറീഫിന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ എത്തുന്ന പ്രോക്ടർ ലൂക്കസിനോട്, ഇന്നലെ എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്, പിന്നെ ഷെറീഫ് ഇന്നലെ കൊന്നത് കോൾമൂഡിയാണ്, മൂഡി ബ്രദേഴ്സിലെ തലവൻ, അതുകൊണ്ട് തന്നെ അവന്റെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാം ഷെറീഫിനെ കൊല്ലാൻ നടക്കുകയാണ്, ഒന്ന് സൂക്ഷിച്ചേക്ക്, അവന്മാര് വരട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് ഷെറീഫിന്റെ ഇഷ്ടം, അധികം വളച്ചു നിട്ടാതെ വന്ന കാര്യം ഞാൻ പറയാം. എനിക്കിവിടെ ഒരുപാട് ബിസിനസ്സുകളും അതുകൊണ്ട് തന്നെ കുറെ തടസ്സങ്ങളും വരാറുണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നത്? അത് തന്നെ ഷെറീഫ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ബിസിനസ്സുകളിൽ ഒരു തടസ്സമായിരിക്കാൻ ഷെറീഫിന് എത്ര വേണം എന്ന് പ്രോക്ടർ ലൂക്കസിനോട് പറയുമ്പോൾ, തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പ്രോക്ടർ, അപ്പോൾ എങ്ങനെയാ, പോകുമല്ലേ എന്ന് ലൂക്കസ് പ്രോക്ടറിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരും ഷെറീഫ് എന്ന് പറഞ്ഞ് പ്രോക്ടർ അവിടെ നിന്നും പോകുന്നു. പ്രോക്ടർ പോയതിനു ശേഷം ലൂക്കസ് ജോബിനെ വിളിക്കുന്നു. എടാ ജോബ്, നീ ലൂക്കസ് വുഡിന്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചായിരുന്നോ എന്ന് ജോബിനോട് ലൂക്കസ് ചോദിക്കുമ്പോൾ, നിനക്ക് ഭാഗ്യമുണ്ട് മോനെ, അയാൾക്കൊരു ഭാര്യയും മോനും ഉണ്ട്, പക്ഷേ അവർ ഡിവോഴ്സ്ഡ് ആണ്, പിന്നെ പറയാൻ പ്രത്യേകിച്ച് ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നുമില്ല, ഒറ്റത്തടിയ, ഡിവോഴ്സിന് ശേഷം ഭാര്യയും മോനും അയാൾ കണ്ടിട്ട് പോലുമില്ല എന്ന് ജോബ് ലൂക്കസിനോട് പറയുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് കാരിയാണ് കാണിക്കുന്നത്. ആരും അറിയാതെ ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് കാരി. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് രാത്രി ഷുഗറിന്റെ ബാറിലേക്ക് പോകുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഷുഗർ ലൂക്കസിനോട് പറയുന്നത്, നീ ഇന്ന് രാത്രി ബാറിൽ കയറണ്ട, പുറത്തെ നിന്റെ ഗ്യാരേജിൽ നിന്നാ മതി, ഇവിടെയുള്ളത് മൊത്തവും കോൾമുടിയുടെ ബന്ധുക്കളാണ്, അതുകൊണ്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് ഷുഗർ ലൂക്കസിനോട് പറയുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ ഷുഗർ, ഒരു സാൻഡ്വിച്ച് എടുത്തിട്ട് ഞാൻ പൊക്കോളാം, ഒരു സാൻഡ്വിച്ച് അല്ലേ, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഷുഗർ ലൂക്കസിനെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലൂക്കസിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നു.
തനിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? താൻ ഇന്നലെ കൊന്ന കോൾമൂഡിയുടെ ഭാര്യയാണ് ഞാൻ. അയാളെ എന്തിനാ താൻ കൊന്നത് എന്ന് കോൾമൂഡിയുടെ ഭാര്യ ലൂക്കസിനോട് ചോദിക്കുന്നു. അവനൊരു പൈപ്പ് വെച്ച് എന്റെ തലക്കടിച്ച്, പിന്നെ അത്രയും ആൾക്കാരുള്ള ആ പാർട്ടിയിൽ വെച്ച് പ്രോക്ടറെ കൊല്ലാൻ നോക്കി. ഞാൻ എന്റെ ജോലിയാണ് ചെയ്തത് എന്ന് ലൂക്കസ് ആ സ്ത്രീയോട് പറയുമ്പോൾ ലൂക്കസിന്റെ ചെവിക്കല്ല് നോക്കി അവരൊരു അടി കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ കോൾമൂഡിയുടെ 2 സഹോദരന്മാർ ലൂക്കസിന് നേരെ തോക്കു ചൂണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. നീ നമ്മുടെ ചേട്ടനെ കൊല്ലുമല്ലേടാ, ഇന്ന് നീ ചത്തു മോനെ എന്ന് അവർ ലൂക്കസിനോട് പറയുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പിടിച്ചേക്കുന്ന ആ സാധനത്തിന് പെർമിറ്റൊക്കെ ഉള്ളതാണോ? നിങ്ങളുടെ പേര് മാർക്കസ് എന്നും ഡെക്സ് എന്നും അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കോടതിയിൽ വെച്ച് തീർക്കണം, അല്ലാതെ ഇവിടെ കിടന്ന് ഷോറൊക്കെ അല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ലൂക്കസ് അവരുടെ അടുത്തേക്ക് പോകുന്നു. ഇനി ഒരടി നീ എടുത്തു വെച്ചാ നിന്റെ തലക്കിട്ട് ഞാൻ പൊട്ടിക്കും, എന്നാ നീ പൊട്ടിക്കടാ എന്ന് ലൂക്കസ് അവരോട് പറയുന്നു. അപ്പോഴാണ് ഷുഗർ അങ്ങോട്ടേക്ക് ഒരു തോക്കുമായി വരുന്നത്. ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെയും അണ്ണാക്കിൽ തോക്കേറ്റ് ഞാൻ പൊട്ടിക്കും എന്ന് ഷുഗർ മാർക്കസിനോടും ഡെക്സിനോടും പറയുന്നു. ഇത് കേൾക്കുന്ന അവർ തോക്കു താഴ്ത്തി ലൂക്കസിനോട്, ഒരു ദിവസം നിനക്ക് തരുന്നുണ്ടടാ എന്ന് ലൂക്കസിനോട് അവർ പറയുമ്പോൾ, നിന്ന് ചിലക്കാണ്ട് കയറിപ്പോടാ എന്ന് ലൂക്കസ് അവരോട് പറയുന്നു. എന്നിട്ട് അവർ അകത്തേക്ക് കയറി പോകുമ്പോൾ അവരെ കളിയാക്കി ലൂക്കസ് ചിരിക്കുന്നു. അപ്പോഴാണ് അവിടെ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ലൂക്കസ് കാണുന്നത്. താൻ ഒറ്റയ്ക്കാണോ എന്ന് ലൂക്കസ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ക്യാരിയാണ് കാണിക്കുന്നത്. തന്റെ കഴിഞ്ഞ കാലം സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ് ക്യാരി. ആ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം സ്റ്റേഷനാണ് കാണിക്കുന്നത്. ലൂക്കസ് തന്റെ ഓഫീസിലിരുന്ന് എന്തോ കാര്യമായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് ഷിയോബിൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. എനിക്ക് കേസിന്റെയൊക്കെ റിപ്പോർട്ട് എഴുതുന്നത് പണ്ടേ മടിയ എന്ന് ലൂക്കസ് ഷിയോബിന്റെ അടുത്ത് കള്ളം പറയുന്നു. ഇതിത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഷെരീഫ്, എഴുതാൻ വയ്യെങ്കിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൽമയെടുത്ത് പറഞ്ഞാൽ മതി, നല്ലൊരു കുപ്പി വൈൻ മേടിച്ചു കൊടുത്താൽ അവളിതങ്ങ് എഴുതി തരും എന്ന് പറഞ്ഞ് ഷിയോബിൻ അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ക്യാരിയുടെ വീടാണ് കാണിക്കുന്നത്. ഇത് സ്കൂൾ കട്ട് ചെയ്തതിന് ദേവയെ വഴക്ക് പറയുകയാണ് ഗോർഡൻ. അവിടുന്ന് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ് ദേവ. ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ക്യാരി. അടുത്ത സീനിൽ സ്റ്റേഷനിലേക്ക് മിസ്റ്റർ ബോമാൻ സെക്കൻഡ് വരുന്നതാണ് കാണിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട റോക്ടറുടെ അച്ഛനായ മിസ്റ്റർ ബോമാന്റെ അനിയനാണ് ഇത്. ഷെരീഫ്, ഇന്ന് എന്റെ മകൻ യോഡസിന്റെ ഗോഡൌണിന്റെ അടുത്ത് പോയപ്പോ മയക്കുമരുന്ന് പാർട്ടി പോലെ എന്തോ നടക്കാൻ പോകുന്നെന്ന് അവൻ പറഞ്ഞു. ഞാനത് അറിഞ്ഞതും നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതാ എന്ന് ബോമാൻ സെക്കൻഡ് സ്റ്റേഷനിൽ വന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ലൂക്കസ്, മയക്കുമരുന്ന് പാർട്ടിയാ, അതും ഈ കുഗ്രാമത്തിലാ, എന്തായാലും അറിയിച്ചതിന് വളരെ നന്ദിയുണ്ട് ബോമാൻ എന്ന് പറഞ്ഞ് അയാളെ യാത്ര അയക്കാൻ ലൂക്കസ് ചെല്ലുന്നു. അപ്പോഴാണ് ബോമാൻ അയാളുടെ മകളെ ലൂക്കസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഷെരീഫ്, ഇതാണ് എൻ്റെ മകൾ റബേക്ക എന്ന് ബോമാൻ ലൂക്കസിനോട് പറയുന്നു. അത് വേറെ ആരുമല്ല, ഇന്നലെ രാത്രി ബാറിൽ വെച്ച് ലൂക്കസ് കണ്ട ആ പെൺകുട്ടിയാണ്. ബോമാന്റെ ഫാമിലി എന്തായാലും കൊള്ളാല്ലേ. ഒരു നിമിഷം ലൂക്കസ് ഒന്നും പറയാതെ നിൽക്കുന്നു. എന്നിട്ട് റബേക്കയോട് ഒരു ഹായ് പറയുന്നു. അപ്പോഴാണ് റബേക്ക തിരിച്ച്, കണ്ടതിൽ സന്തോഷം ഷെരീഫ് എന്ന് പറഞ്ഞ് ലൂക്കസിനെ നോക്കി ചിരിച്ചിട്ട് റബേക്ക അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ സ്റ്റേഷനിലുള്ള എല്ലാവരും ബോമാൻ പറഞ്ഞ ആ ഗോഡൌണിലേക്ക് പോവുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ദേവയാണ് കാണിക്കുന്നത്. ദേവയും കൂട്ടുകാരിയും ഹാൻസന്റെ ഗസ്റ്റുകളാണെന്ന് കാണിച്ച് പാർട്ടിക്കുള്ളിലേക്ക് കയറുകയാണ്. അവിടെ എത്തുന്ന ദേവ തന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പോകുന്നു. അവിടെ വെച്ച് അവർ 3 പേരും ഹാൻസന്റെ റെഡ് പിൽ കഴിക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ലൂക്കസിനെയും ഡെപ്യൂട്ടികളെയുമാണ് കാണിക്കുന്നത്. പാർട്ടി നടക്കുന്ന ഗോഡൌണിന്റെ പുറകിലെത്തുകയാണ് അവർ. അപ്പോഴാണ് ബ്രോക്ക് അവരോട് പറയുന്നത്, ഈ ഗോഡൌണിന് മൊത്തം 2 വാതിലാണുള്ളത്, പുറകിലത്തെ വാതിലൂടെ കയറി എല്ലാവരെയും നമുക്ക് പിടിക്കാം എന്ന് പറയുന്ന ബ്രോക്കിനോട്, നമ്മൾ അവിടെ പെട്ടെന്ന് നമ്മളെ കണ്ട് എല്ലാവരും ചിതറി ഓടിക്കളയും, അത് പിന്നെ വലിയൊരു അപകടത്തിലേക്ക് ആവും ചെന്നെത്തുക എന്ന് ബ്രോക്കിനോട് എമന്റ് പറയുന്നു. അപ്പോഴാണ് ലൂക്കസ്, പോലീസ് ആണെന്നറിയാതെ അതിനുള്ളിൽ കയറിയിട്ട് ഇത് നടത്തുന്ന മെയിൻ ആളെ പിടിക്കുന്നതാണ് നല്ലത് എന്ന് ലൂക്കസ് അവരോടെല്ലാം പറയുന്നു. അതിനുശേഷം മറ്റാരും പറയുന്നത് കേൾക്കാതെ ലൂക്കസ് പാർട്ടി നടക്കുന്ന അടുത്തേക്ക് പോകുന്നു. ഗോഡൌണിന്റെ പുറകിലെത്തിയ ലൂക്കസ് അവിടെ നിന്ന് 2 ഗാർഡ്സിനെ അടിച്ച് തറയിലിടുന്നു. ഇത് കാണുന്ന ബ്രോക്ക്, ഇയാൾ ഇത് കുളമാക്കും, ദേ കൈയൊക്കെ കാണിക്കുന്നു എന്ന് ബ്രോക്ക് എമറ്റിനോടും ഷിയോബിനോടും പറയുന്നു. അടുത്ത സീനിൽ ലൂക്കസിനെയാണ് കാണിക്കുന്നത്. പാർട്ടി നടക്കുന്ന ഗോഡൌണിലേക്ക് കയറുന്ന ലൂക്കസ് ഓരോ ഗാർഡ്സിനെയും ആരും കാണാതെ അടിച്ച് തറയിലിടുന്നു. പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തിയ ലൂക്കസ് ഹാൻസണിനെ കാണുന്നു. ഹാൻസനാണ് ഈ പാർട്ടി നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയ ലൂക്കസ് അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ക്യാരിയാണ് കാണിക്കുന്നത്. ദേവയുടെ മുറിയിൽ പോയി ദേവയെ നോക്കുന്ന ക്യാരി അവിടെ ദേവ ഇല്ലെന്ന് അറിഞ്ഞ് ദേവയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത്
ദേവയാണ് കാണിക്കുന്നത്. ദേവയും ബോയ് ഫ്രണ്ടും പാർട്ടിയിൽ ഡാൻസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ദേവയുടെ ബോയ് ഫ്രണ്ട് കുഴഞ്ഞു വീഴുന്നത്. ശരീരത്തിലെ ഡ്രഗ്സിന്റെ അളവ് കൂടി തറയിൽ വീണ് ജീവന് വേണ്ടി പിടയുകയാണ് ദേവയുടെ ബോയ് ഫ്രണ്ട്. അങ്ങനെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറെ പേർ കുഴഞ്ഞു വീഴുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഹാൻസനെ പിടിക്കാൻ മുകളിലേക്ക് കയറുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. മുകളിലേക്ക് കയറുന്ന ലൂക്കസിന്റെ മുമ്പിൽ ആൾക്കാർ കുഴഞ്ഞു വീഴുന്നു. ഇത് കണ്ട ലൂക്കസ് പുറത്തു നിൽക്കുന്ന തന്റെ ആൾക്കാരെ വിളിക്കുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പിള്ളേരൊക്കെ കുഴഞ്ഞു വീണോണ്ടിരിക്കുക, നിങ്ങൾ പുറത്ത് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറി വാ, ഇത് പെട്ടെന്ന് തന്നെ നിർത്തണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങളൊക്കെ എന്ന് ലൂക്കസ് പുറത്തു നിൽക്കുന്നവരോട് പറയുന്നു. ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത് കണ്ട ഹാൻസൻ സംഗതി കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ലൂക്കസിനെ കണ്ട് അവിടെ നിന്നും ഓടുന്നത്. ഹാൻസണിനെ പിടിക്കാൻ മുകളിൽ കയറിയ ലൂക്കസ് താഴെ ദേവ ഇരുന്ന് കരയുന്നത് കാണുന്നു. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന ലൂക്കസ് ദേവയെയും കുഴഞ്ഞു വീണ ദേവയുടെ ബോയ് ഫ്രണ്ടിനെയും ഒരു സ്ഥലത്തോട്ട് മാറ്റുന്നു. എന്നിട്ട് ദേവയോട് അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് ലൂക്കസ് ഹാൻസണിനെ പിടിക്കാൻ പോകുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹാൻസണിനെ മറ്റു കുറ്റവാളികളുടെയും പുറകെ യമറ്റും ലൂക്കസും ഓടുന്നു. അവസാനം ലൂക്കസിന്റെ അടുത്തു നിന്ന് ഹാൻസൺ രക്ഷപ്പെടുന്നു. ഹാൻസന്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റു കുറ്റവാളികളെ യമറ്റും ലൂക്കസും ചേർന്ന് പിടികൂടുന്നു. അടുത്ത സീനിൽ ദേവയുടെ ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ ഡോക്ടേഴ്സ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. അയാൾ മരിക്കുന്നു. ഇത് കണ്ട ദേവ കരഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഷിയോബിൻ വന്ന് ദേവയെ ആശ്വസിപ്പിക്കുന്നു. അവിടെ നിന്ന് ദേവയെയും കൂട്ടുകാരിയെയും വീട്ടിലാക്കാൻ ലൂക്കസ് അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പ്രോക്ടറുടെ വീടാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ നടന്ന പ്രശ്നം കഴിഞ്ഞ് ഹാൻസൺ കയറി ചെന്നത് അങ്ങോട്ടാണ്. പ്രോക്ടർ ഹാൻസനോട് ഇരിക്കാൻ പറയും. ഹാൻസൺ ഇരുന്നതും പ്രോക്ടർ എണീച്ച് ഹാൻസന്റെ ഒരു വിരൽ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പ്രോക്ടർ ഹാൻസനോട് പറയുന്നു, ഡാ പുന്നാര മോനെ, എനിക്ക് ഈ ബിസിനസ്സിൽ നിന്നും വർഷം എത്ര $1 മില്യൺ ലാഭമെന്ന് നിനക്കറിയാം. അതുകൊണ്ടാണ് ഞാനാണിത് നടത്തുന്നതെന്ന് ആരും അറിയാതെ ഡ്രഗ്സ് ബാൻഷിയിൽ വിൽക്കാതിരിക്കുന്നത് ഞാൻ. ഇന്ന് നീ അതെല്ലാം നശിപ്പിച്ച് ഇന്ന് ആ പാർട്ടിയിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മിനിസ്റ്ററിന്റെ മോനെ ഉണ്ട്. നിനക്ക് ഞാൻ എന്താ തരേണ്ടത് ഇതിന്? ഇത് പറഞ്ഞ് കുറച്ചു നേരം പ്രോക്ടർ ഹാൻസണിനെ നോക്കുന്നു. എന്നിട്ട് പ്രോക്ടർ പറയുന്നു, നിനക്ക് 60 സെക്കൻഡ് സമയം ഞാൻ തരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്റെ പട്ടി നിന്നെ അങ്ങ് തിന്നും. ഇത് കേൾക്കുന്ന ഹാൻസൺ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അടുത്ത നിമിഷം തന്നെ പ്രോക്ടറുടെ സഹായി ബേർഡൻ പട്ടിയെ ഇറക്കി വിടുന്നു. ഹാൻസൺ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഭക്ഷണം കഴിക്കുകയാണ് പ്രോക്ടർ. ഈ ഒറ്റ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാൻഷിയിലെ ചെകുത്താനാണ് പ്രോക്ടർ എന്ന്. ആ സീൻ കട്ട് ചെയ്ത് ദേവയെ വീട്ടിലാക്കാൻ കാരിയുടെ വീട്ടിലെത്തുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അവിടെ എത്തിയതും ദേവ വീട്ടിലോട്ട് ഇറങ്ങി ഓടുന്നു. ഇത് കണ്ട് ഗോർഡൻ അകത്തു നിന്ന് വരുന്നു. ദേവ ഓടിച്ചെന്ന് ഗോർഡനെ കെട്ടിപ്പിടിക്കുന്നു. ഗോർഡൻ ലൂക്കസിന് നന്ദി പറയുന്നു. അതിനുശേഷം ഗോർഡനും ദേവയും വീട്ടിനുള്ളിലേക്ക് പോകുന്നു. അപ്പോഴാണ് വീടിന്റെ മുകളിൽ നിന്നും കാരി തന്നെ നോക്കുന്നത് ലൂക്കസ് കാണുന്നത്. ഒരു നിമിഷം ലൂക്കസ് കാരിയെ നോക്കിയതിനു ശേഷം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ ഒരു സാധാരണ പോലീസിനെ പോലെ പെരുമാറുന്ന നമ്മുടെ നായകൻ അല്ല യഥാർത്ഥ ലൂക്കസ് എന്ന് മറ്റുള്ള പോലീസുകാർ കണ്ടുപിടിക്കുമോ? പ്രോക്ടറുടെ ഓഫർ വേണ്ടെന്ന് വെച്ച ലൂക്കസിന് പ്രോക്ടറുടെ അടുത്ത് നിന്ന് ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.